നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. BJPയെ വേട്ടയാടാൻ ശ്രമിച്ചാൽ ചാണകം മുക്കിയ ചൂലുകൊണ്ടടിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മണ്ണുതീരപ്പള്ളി ദേശീയപാതയിൽ കുരുക്കൊഴിയാതെ ആമ്പല്ലൂർ. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് പരിഹാരം കാണാതെ ദേശീയപാത അതോറിറ്റി. തൃശൂർ പുഴയ്ക്കൽ റോഡിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച കത്തോലിക്ക സഭ. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രസ്താവന നുണയും അവഹേളനവുമാണെന്ന് കത്തോലിക്ക സഭ മുഖപത്രം. ചാലക്കുടിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു. ആളപായമില്ല. കാറിന്റെ മുൻഭാഗം ഭാഗികമായി കത്തി. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാനവമി ബുധനാഴ്ച. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ കുലവാഴ വിതാനം നയന മനോഹരമായി. തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിദ്യാരംഭത്തിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ BJP നേതാവ് പ്രിന്റു മഹാദേവൻ പോലീസിൽ കീഴടങ്ങി. BJP പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് പ്രിന്റു മഹാദേവൻ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ചാനൽ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവൻ വിവാദ പരാമർശം നടത്തിയത്. പ്രിന്റു മഹാദേവനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് CC ശ്രീകുമാർ നൽകിയ പരാതിയിൽ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങിയത്. കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രിന്റുവിന് കോടതി ജാമ്യം അനുവദിച്ചു. താൻ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്നും താൻ ഒരു അധ്യാപകനാണെന്നും സത്യം വിജയിക്കുമെന്നും പ്രിന്റു മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പ്രിന്റു മഹാദേവനെ പിടികൂടുന്നതിനായി പോലീസ് BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. BJP മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവനെതിരെ പോലീസ് കേസെടുത്തതിന്റെ ഭാഗമായി BJP ജില്ലാ നേതാക്കളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കെതിരെ BJP തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാനുള്ള BJP പ്രവർത്തകരുടെ ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ബിജോയ് തോമസ്, PK ബാബു, രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിന്റു മഹാദേവന്റെ പേരിൽ BJPയെ വേട്ടയാടാൻ ശ്രമിച്ചാൽ ചാണകം മുക്കിയ ചൂലുകൊണ്ടടിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിന്റു മഹാദേവന് പറ്റിയത് നാക്കുപിഴവാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ സംഘടിതമായ രീതിയിൽ പോലീസ് ഗുണ്ടായിസം നടത്തുകയാണ്. ചാനൽ ചർച്ചയിൽ ഒരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. നാക്കുപിഴവുണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ CPM കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴവ് കോടതിയിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ട് കോടതിയിൽ മാപ്പ് പറഞ്ഞു വന്ന് വീണ്ടും നാക്കുപിഴവെന്ന് പറഞ്ഞ് തോന്നിവാസം പറയുന്ന ആളാണ്.
വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇതിലൊന്നും ഒരാളും ഇത് നാക്കുപിഴവാണ്, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നേപ്പാളിലെ കലാപം നാക്കുപിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കണം. കലാപാഹ്വാനം ചെയ്ത അരുന്ധതി റോയ്ക്കെതിരെ കേസെടുത്തില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ പറഞ്ഞപ്പോൾ പിണറായി വിജയനെ പൊള്ളി. ചാനൽ ചർച്ചയിൽ പ്രിന്റു മഹാദേവൻ പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മണ്ണത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ കുരുക്കൊഴിയാതെ ആമ്പല്ലൂർ. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് പരിഹാരം കാണാതെ ദേശീയപാത അതോറിറ്റി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷൻ മറികടക്കാൻ വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ കാത്തുകൊടുക്കേണ്ട സ്ഥിതിയാണ്. അടിപ്പാതയുടെ ഇരുവശത്തുമായി സർവീസ് റോഡിനോട് ചേർന്ന് പ്രധാന പാതയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ മുതൽ ഗതാഗത കുരുക്ക് ആരംഭിച്ചു. 3 വരി പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലെ ഒറ്റവരി പാതയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ആരംഭിക്കുന്ന ഗതാഗത കുരുക്കാണ് പ്രശ്നം. 2 ദിശയിലേക്കും കുരുക്കിന് ഏറ്റക്കുറച്ചിലില്ല. സർവീസ് റോഡിന്റെ ഓരത്ത് കുത്തിപ്പൊളിച്ച് ഡ്രമ്മുകൾ നിരത്തി വാഹനങ്ങൾക്ക് സംരക്ഷണമൊരുക്കിയതോടെ ഒറ്റവരിയെ മാത്രമാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകുന്നത്. ഭാരവാഹനങ്ങൾ ഡ്രെയിനേജിന് മുകളിലെ സ്ലാബുകളിൽ കയറാതെയാണ് സഞ്ചരിക്കുന്നത്. ഇതിനാൽ വേഗത കുറച്ച് സഞ്ചരിക്കുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ട്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നിര പുതുക്കാട് വരെയും ചാലക്കുടി ഭാഗത്തേക്കുള്ള വാഹനങ്ങളുടെ നിര മണലി പാലം വരെയും നീളുന്നത് പതിവായി. ഇത്തരത്തിൽ ദിവസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. ദേശീയപാതയിൽ കാത്തുകിടക്കുന്ന വാഹനങ്ങൾ ആമ്പല്ലൂർ കടക്കാൻ അരമണിക്കൂറിലേറെയാണ് സമയമെടുക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും പല സമയത്തും വഴിമാറിയാണ് സർവീസ് നടത്തുന്നത്. അടിപ്പാത നിർമ്മാണം ആരംഭിച്ച് 1 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകാത്തതിനെതിരെ വ്യാപാരികളും പ്രതിഷേധത്തിലാണ്. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ പുഴയ്ക്കൽ റോഡിൽ മണിക്കൂറോളം വാഹനങ്ങൾ കുടുങ്ങി. പുഴയ്ക്കൽ മുതൽ അമല വരെ ഇരുഭാഗത്തും ചൊവ്വാഴ്ച വൈകിട്ട് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. അവധി ദിവസവും പുഴയ്ക്കൽ റോഡിലെ നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതുമാണ് ഗതാഗത കുരുക്കിന് വഴിവെച്ചത്. അമലയ്ക്കും പുഴയ്ക്കലിനുമിടയിൽ റോഡ് പണി നടക്കുന്നതിനാൽ ഒരു വശത്തേക്ക് മാത്രമായി റോഡ് അടച്ചു കെട്ടിയതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തതും ദുരിതം ഇരട്ടിയാക്കി. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ഭിന്നശേഷി അധ്യാപകർക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. പ്രസ്താവന നുണയും അവഹേളനവുമാണെന്ന് ദീപിക മുഖപ്രസംഗത്തിൽ വിമർശനം. ബഹുമാനപ്പെട്ട മന്ത്രി നുണ പറയരുത് എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. എന്താണ് ക്രൈസ്തവർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സമൂഹത്തോട് ചെയ്ത തെറ്റെന്ന് ഈ സർക്കാർ തെളിച്ചു പറയണം. സർക്കാർ അനുശാസിക്കുന്ന വിധത്തിൽ ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകൾ നിലനിർത്തിയെന്നും ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും കോടതിയിലും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്ന പ്രസ്താവന നീതിക്ക് മുകളിലൂടെ മുണ്ടും മടക്കി കുത്തി നടത്തുന്ന അഭ്യാസം പോലെ തോന്നുന്നുവെന്നും മുഖപ്രസംഗം പരിഹസിക്കുന്നു. ദയവായി ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ പൊതുസമൂഹത്തിൽ നിയമവിരുദ്ധരായി ചിത്രീകരിക്കരുത്. 4 വോട്ടിനും കുറച്ച് സീറ്റിനും വേണ്ടി മന്ത്രി നുണ പറയരുത്. ഭിന്നശേഷിക്കാരായ അധ്യാപകരെ ആവശ്യത്തിന് കിട്ടുന്നില്ലെന്ന നഗ്നസത്യം അംഗീകരിക്കാനുള്ള മര്യാദയാണ് സർക്കാർ കാണിക്കേണ്ടത്. എന്നിട്ട് മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കൂ. നീതിക്കായി കാത്തിരിക്കുന്ന മനുഷ്യർക്കും തോന്നട്ടെ ഇവിടെ ഒരു സർക്കാരുണ്ടെന്ന്. മുഖ്യമന്ത്രി തങ്ങൾക്കൊപ്പം എന്നത് കേവലം പരസ്യമല്ലെന്നും തോന്നട്ടെയെന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്.
ന്യൂസ് ഡെസ്ക് TCV. ചാലക്കുടിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു. ആളപായമില്ല. സൗത്ത് മേൽപ്പാലത്തിന് താഴെ സർവീസ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കുറ്റിക്കാട് സ്വദേശി കോമ്പാറ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ മുൻഭാഗത്തായിരുന്നു അഗ്നിബാധ. കാർ പാർക്ക് ചെയ്ത ശേഷം വീട്ടുകാർ സാധനങ്ങൾ വാങ്ങുവാൻ പോയിരിക്കുകയായിരുന്നു. കാറിന്റെ ബോണറ്റിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഫയർഫോഴ്സിൽ അറിയിച്ചു. സ്ഥലത്തെത്തിയ അഗ്നിശമന വിഭാഗം ഉടനെ തീയണച്ചു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാനവമി ബുധനാഴ്ച. നവരാത്രി ആഘോഷങ്ങളിലെ 9ാമത്തെ ദിവസമാണ് മഹാനവമി. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ കഥയുമായി മഹാനവമി ബന്ധപ്പെട്ടിരിക്കുന്നു. ശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്ന ഈ ദിനം രാജ്യത്തുടനീളം വളരെ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കും. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസം വലിയ ബലിക്കൽ പുരയിലും പടിഞ്ഞാറെ നടപ്പുരയിലും സരസ്വതി യാഗത്തെ മുൻവശത്തും കുലവാഴ വിധാനം നടത്തി. കാർഷിക സമൃദ്ധിക്കും അഷ്ടൈശ്വര്യ ലബ്ധിക്കുമാണ് ഭക്തജനങ്ങൾ കുലവാഴകൾ ദേവിക്ക് സമർപ്പിച്ചത്. വിജയദശമി ദിവസം കുലവാഴ സമർപ്പിച്ച ഭക്തർക്ക് വാഴപ്പഴ കുലകൾ പ്രസാദമായി നൽകും. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കും. ചേർപ്പ് തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിദ്യാരംഭത്തിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ക്ഷേത്ര പരിസരത്തെ 3 സോണുകളാക്കി തിരിച്ചാണ് പ്രത്യേക സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ അറിയിച്ചു. തിരക്ക് കണക്കിലെടുത്ത് തിരുവള്ളക്കാവിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ പഴക്കുല വിധാനം വർണ്ണാഭമായി. ഇനി വിജയദശമി വരെ ഈ പഴക്കുലകൾക്ക് കാവലായി ചെറുപ്പക്കാരും മധ്യവയസ്കരും വയോധികരും അടങ്ങുന്ന ഭക്തരുടെ കൂട്ടായ്മയും ഉണ്ട്. കണ്ണനും കദളിയും കർപ്പൂരവള്ളിയും പൂവനും ചാരപ്പൂവനും നേന്ത്രനുമൊക്കെയായി 100 കണക്കിന് പഴക്കുലകൾ കൊണ്ടാണ് ക്ഷേത്രാങ്കണം അലങ്കരിച്ചിട്ടുള്ളത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുടെ പറമ്പുകളിൽ നിന്നും വെട്ടിക്കൊണ്ടുവന്ന കായക്കുലകൾ ക്ഷേത്രത്തിന്റെ കലവറയിൽ വെച്ച് പഴുപ്പിച്ചു. തുടർന്ന് പൂജവെപ്പ് ദിവസം ക്ഷേത്ര നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പിന്റെ ചട്ടക്കൂടിൽ കുലകൾ കെട്ടിത്തൂക്കുകയായിരുന്നു. സംഘമായാണ് വാഴക്കുല വെട്ടാൻ ഗ്രാമാന്തരങ്ങളിലേക്ക് പുറപ്പെടുക. ഓരോ പറമ്പിൽ നിന്നും വെട്ടിയെടുക്കുന്ന വാഴക്കുലകളിന്മേൽ നമ്പർ ഇടുകയും അതേ നമ്പറും വീട്ടുടമസ്ഥന്റെ പേരും വിലാസവും നോട്ടുബുക്കിൽ കുറിക്കുകയുമാണ്. അഷ്ടമിയും നവമിയും പിന്നിട്ട് വിജയദശമി നാളിൽ രാവിലെ സരസ്വതി സന്നിധിയിൽ കുരുന്നുകളെ ഹരിശ്രീ കുറിക്കലും പൂജിച്ച പുസ്തകങ്ങൾ സ്വീകരിക്കലും കഴിഞ്ഞാലാണ് ഈ പഴക്കുലകൾ ഉടമസ്ഥർക്ക് വെട്ടിക്കൊടുക്കുക. കായക്കുലകളിലെ നമ്പറും നോട്ടുപുസ്തകത്തിലെ പേരും വിലാസവും ഒത്തുനോക്കിയാണ് നൽകുക. ക്ഷേത്രത്തിലേക്ക് പഴക്കുലകൾ സമർപ്പിക്കുന്ന ഭക്തരുമുണ്ട്. അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ നവരാത്രി കാലത്ത് ഇത്രയധികം പഴക്കുലകളാൽ അലങ്കാരം നടത്തുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടകര പൂനിലാർക്കാവ്. TCV ന്യൂസ്, കൊടകര. തൃശൂർ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിച്ച ജോസ് ആലുക്കാസ് എവറോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള 29ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചു. 10 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിൽ ഏറ്റവും നല്ല അവതരണത്തിനുള്ള 1ാം സ്ഥാനം കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ഒറ്റ എന്ന നാടകവും 2ാം സ്ഥാനം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകവും തെരഞ്ഞെടുത്തു. സംവിധാനത്തിൽ 1ാം സ്ഥാനം ഒറ്റ എന്ന നാടകത്തിലെ രാജേഷ് ഇരുളവും, 2ാം സ്ഥാനം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ച രാജീവൻ മമ്മിളിയും അർഹരായി. ഏറ്റവും നല്ല നടനുള്ള 1ാം സ്ഥാനം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകത്തിലെ ടോണി പേരാമംഗലവും, 2ാം സ്ഥാനം ഗാന്ധിഭവൻ തിയേറ്ററിന്റെ ഇന്ത്യ പത്തനാപുരത്തിലെ ഗാന്ധി എന്ന നാടകത്തിലെ ശ്രീരജ് കലവറും അർഹരായി. ഏറ്റവും നല്ല നടി ആറ്റിങ്ങൽ ശ്രീധന്യ ആനന്ദഭൈരവിയിലെ സുജി ഗോപിയും, 2ാം സ്ഥാനം തിരുവനന്തപുരം നവോദയയിലെ സുകുമാരി എന്ന നാടകത്തിലെ സന്ധ്യാ കലാമണ്ഡലവും അർഹരായി. ഏറ്റവും നല്ല ഹാസ്യ നടൻ തൃശൂർ സത്തമ്മയുടെ സൈറൺ എന്ന നാടകത്തിലെ ശിവനും, 2ാം സ്ഥാനം കോഴിക്കോട് സങ്കീർത്തനയുടെ
കാലം പറക്കണ് എന്ന നാടകത്തിലെ അജി തൃശൂരും അർഹരായി. സമാപന സമ്മേളനം സംവിധായകൻ ജിസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. ടാസ്ക് പ്രസിഡന്റ് OJ ജോസ് അധ്യക്ഷനായി. ചെയർമാൻ ജോസ് ആലുക്ക, രക്ഷാധികാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജനറൽ കൺവീനർ ഡോക്ടർ AC ജോസ്, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ, മറ്റ് ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിജയികൾക്കുള്ള അവാർഡ് ദാനവും തൃശൂർ രാഗമാലിക മ്യൂസിക് അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ഫാസിസത്തിന് കലാകാരന്മാരെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് സംവിധായകൻ കമൽ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ സാക്ഷി കോട്ടപ്പുറത്ത് ആംഫി തിയേറ്ററിൽ സംഘടിപ്പിച്ച മുഹമ്മദ് റാഫി അനുസ്മരണ സമ്മേളനവും ഗാനാഞ്ജലി സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാറ് കടത്തൽ വിവാദവും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ വാർത്താ സമ്മേളനവും കണ്ടാൽ നിലവിലുള്ള സാഹചര്യം മനസ്സിലാകുമെന്നും കമൽ പറഞ്ഞു. സാക്ഷി പ്രസിഡന്റ് സെയ്താവൻ കോട്ടപ്പുറം അധ്യക്ഷനായി. PA സീതി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജോസ് ഊക്കൻ, ഡാവിഞ്ചി സുരേഷ്, PT മാർട്ടിൻ, ഷാലിമാർ അഷ്റഫ്, PR ബാബു, ഹീര ജോസഫ് എന്നിവർ സംസാരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു. ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ശാന്തിക്കാരനായ പ്രതിയെ പിടികൂടി. കുന്നത്തങ്ങാടി ചെങ്ങട്ടിൽ വീട്ടിൽ വിഷ്ണുവിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി തൃത്തല്ലൂർ വെസ്റ്റ് മിനി സ്റ്റേഷനടുത്തുള്ള കൊറ്റായി ചാളിപ്പാട്ട് അന്നപൂർണേശ്വരി തറവാട്ട് ക്ഷേത്രത്തിലെ ദേവവിഗ്രഹങ്ങളിൽ അണിയിച്ചിരുന്ന തിരുവാഭരണങ്ങളാണ് പ്രതി മോഷ്ടിച്ചത്. വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാലയും ദുർഗാദേവിയുടെ വിഗ്രഹത്തിലെ 9.57 ഗ്രാം സ്വർണമാലയും ഭദ്രകാളി ദേവിയുടെ വിഗ്രഹത്തിലെ 8.15 ഗ്രാം സ്വർണമാലയും ഉൾപ്പെടെ 21.72 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. തിരുവമ്പാടി ദേവസ്വം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 19 അംഗ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് കേണൽ PMR രവി, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P രാധാകൃഷ്ണൻ എന്നിവരെയും മറ്റ് 15 ഭരണസമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റായി ഡോക്ടർ M ബാലഗോപാലിനെയും സെക്രട്ടറിയായി G രാജേഷിനെയും തെരഞ്ഞെടുത്തു. VM ശശിയാണ് വൈസ് പ്രസിഡന്റ്. അസിസ്റ്റന്റ് സെക്രട്ടറിയായി PV നന്ദകുമാറിനെയും തെരഞ്ഞെടുത്തു. ഭരണസമിതിയിലേക്ക് വിവിധ ദേശങ്ങളുടെ പ്രതിനിധികളായി 15 പേരും തെരഞ്ഞെടുക്കപ്പെട്ടു. തിരൂർ ഈസ്റ്റ് ബസാർ കനാൽ പരിസരത്ത് തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. മുളങ്ങുന്നത്കാവ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് വിയൂർ പോലീസ് സ്ഥലത്തെത്തി നായ്ക്കളുടെ ജഡം മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാണെന്ന് പരാതി ഉയർന്നിരുന്നു. നായ്ക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തതാകാമെന്ന് സംശയിക്കുന്നു. നാട്ടിക SN കോളേജിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായിക മത്സരങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ ഇല്ലെന്ന് പരാതി. മത്സരങ്ങൾക്കിടയിൽ പരിക്കേറ്റാൽ ചികിത്സ നൽകാൻ വേണ്ട സംവിധാനങ്ങളില്ലെന്ന് മത്സരാർത്ഥികളും അധ്യാപകരും പരാതിപ്പെട്ടു. കുട്ടിയെ കൊണ്ടുവന്ന അധ്യാപകർ തന്നെ മുൻകൈയെടുത്ത് ചികിത്സയൊരുക്കേണ്ട അവസ്ഥയാണ് ഉപജില്ലാ കായിക മത്സരത്തിലുടനീളം പ്രകടമാകുന്നത്. തിങ്കളാഴ്ച നടന്ന കബഡി മത്സരത്തിൽ ഇത് സംഭവിക്കുകയും ചെയ്തു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി
ഋതുപർണയ്ക്ക് കബഡി മത്സരത്തിനിടയിൽ പരിക്കേറ്റപ്പോൾ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന അധ്യാപകർ തന്നെ പ്രാഥമിക ചികിത്സയൊരുക്കേണ്ടി വന്നു. മുൻകാലങ്ങളിൽ പ്രാഥമിക ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ സംഘാടകരാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ഒഫീഷ്യൽസിനെ ഒരിടത്തും കാണാനില്ലെന്ന് അധ്യാപകർ പറയുന്നു. കായിക അധ്യാപകരുടെ ചട്ടപ്പടി സമരം കാരണം ഉപജില്ലാ ഓഫീസറുടെ നേരിട്ടുള്ള നടത്തിപ്പിലാണ് ഇത്തവണ കായികമേള നടക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി. ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടിയെന്നും ജയിലിലെ വൈദ്യുത വേലി പ്രവർത്തനക്ഷമമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ സുരക്ഷ വിലയിരുത്താൻ സമിതിയെ നിയോഗിച്ചു. ജയിൽ ചാട്ടം അതീവ ഗുരുതര സംഭവമാണെന്നും ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു പ്രതിക്കും പ്രത്യേക ആനുകൂല്യമില്ല. തുടർ പരിശോധനകളും ഗൌരവത്തോടെ നടത്തുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചവർ ആണ് തന്നെ കുറ്റം പറയുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. 25 വർഷം മുമ്പ് മരിച്ചവരെ വരെ വോട്ട് ചെയ്യിപ്പിച്ചു. പൂരം കലക്കി, ഗോപി ആശാനെ കലക്കി, RLVയെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു. അവസാനം വോട്ട് കലക്കി എന്നുവരെ ആക്ഷേപിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇടുക്കി മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപം നടത്തിയ കലുങ്ക് സംവാദ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കടം വാങ്ങിയും ലോണെടുത്തും മീൻ കച്ചവടം നടത്തുന്നതിനിടയിലും ക്യാൻസർ രോഗികൾക്ക് കരുതലാകാനുള്ള യുവാവിന്റെ ഉദാരത വേറിട്ട മാതൃകയാകുന്നു. സൗജന്യമായി മീൻ നൽകി ക്യാൻസർ രോഗികൾക്ക് കരുതലാവുകയാണ് ഈ യുവാവ്. മുളങ്കുന്നത്തുകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള വീടിനോട് ചേർന്ന കടയിൽ മീൻ കച്ചവടം നടത്തുന്ന ബാബുവാണ് കനിവിന്റെ വേറിട്ട മാതൃകയാകുന്നത്. കടം വാങ്ങിയും ലോണെടുത്തുമാണ് മീൻ കച്ചവടവും വീട്ടുചെലവുകളും നടത്തിക്കൊണ്ടുപോകുന്നതെങ്കിലും തന്റെ വരുമാനത്തിൽ ഒരു പങ്ക് ക്യാൻസർ രോഗികൾക്കുള്ള കരുതലിനായി മാറ്റിവെക്കുകയാണ് ബാബു. മീനിനായി കടയിലെത്തുന്ന ക്യാൻസർ ബാധിതരായവർ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ അവർക്ക് 1/2 കിലോ മീൻ സൗജന്യമായി നൽകും. ഇക്കാര്യം പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ബാനറുകൾ കടയുടെ ഇരുവശത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധു ക്യാൻസർ ബാധിതയായപ്പോൾ മരുന്നുകൾക്കുള്ള അമിത ചിലവും രോഗമുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതയും രോഗി അനുഭവിക്കുന്ന തീവ്രവേദനയും അടുത്തറിയാൻ കഴിഞ്ഞതോടെയാണ് തന്നാലാകുന്ന സഹായം ചെയ്യാനുള്ള തീരുമാനമെടുത്തതെന്നും അമ്മ ലൂസിയും ഭാര്യ പെൻസിയും മക്കളും പൂർണ്ണ മനസ്സോടെ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും ബാബു പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ പോണവരിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലും ഇതൊക്കെ സന്ദർശിക്കാറുണ്ട്. അവിടേക്ക് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഈ നമ്മളെ ബന്ധപ്പെട്ട ഒരു ആൻറ്റിക്ക് ഉണ്ട് അസുഖം. അപ്പോൾ ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനും വീട്ടുകാരായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ കഴിയാവുന്നത്, ഇപ്പം നമുക്ക് വലിയ മീനൊന്നും ഇതിന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കഴിയാവുന്നത് ആരെയും മടക്കി വിടില്ല. വന്നവരെ ഞാൻ തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തിരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയി വരുന്ന ക്യാൻസർ രോഗികളിൽ പലരും പരസ്യ ബാനർ കണ്ട് കടയിലേക്ക് വരുമ്പോൾ അവരെ സഹായിക്കാനാകുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ യുവാവ്. വാടക വീട്ടിൽ താമസിച്ചും തെരുവോരങ്ങളിൽ മീൻ കച്ചവടം ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ബാബു നല്ല വീടും കടയും സ്വന്തമായിട്ടും പിന്നിട്ട വഴികളിലെ കഷ്ടപ്പാടുകൾ മറന്നിട്ടില്ല. ആരോഗ്യമുള്ള കാലത്തോളം ക്യാൻസർ രോഗികളോടുള്ള കരുതൽ തുടരാൻ തന്നെയാണ് ഈ യുവാവിന്റെ തീരുമാനം. TCV തൃശൂർ. അമിത പലിശയ്ക്ക് പണം കടം നൽകുകയും ഇരട്ടിയിലേറെ തുക ഈടാക്കിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഗൃഹനാഥനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ. നന്ദിപ്പുലം സ്വദേശി കരിമാലി വീട്ടിൽ ദിലീപിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. നന്ദിപ്പുലം വല്ലച്ചിറ വീട്ടിൽ സതീർത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI EB വിനോദ്, CPOമാരായ K സലീഷ് കുമാർ, V രാഗേഷ്, പ്രസീത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവർക്ക് കളക്ടറുമായി സംവദിക്കാനുള്ള അവസരം ഒരുക്കുന്നു. മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 50ാം അധ്യായം മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ നടന്നു.
70ഓളം കുട്ടികളും അധ്യാപകരും നാട്ടുകാരും അടങ്ങുന്ന സംഘമാണ് കളക്ടറോടൊപ്പം മല കയറിയത്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നത്, തെരുവുനായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങളും ചർച്ചയിൽ വന്നു. പരിപാടിയിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, ചാലക്കുടി തഹസിൽദാർ ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു. സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആക്ച്വലി മാത്രമല്ല ഇപ്പോൾ പ്രൈവറ്റായിട്ട് കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ വേണേൽ സ്റ്റാർട്ടപ്സിലോട്ട് നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് ട്രൈ ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അമ്പാടിക്ക് വേണം സുമനസ്സുകളുടെ കൈത്താങ്ങ്. 7 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. 7 വയസ്സുകാരൻ അമ്പാടിയുടെ മനസ്സ് നിറയെ കുഞ്ഞു മോഹങ്ങളാണ്. മറ്റു കുട്ടികളെപ്പോലെ ഓടിക്കളിക്കാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി ആരോടും ഒന്നും പറയാനാകാതെ ചക്രക്കസേരയിൽ ബാല്യം കഴിച്ചുകൂട്ടുന്ന അമ്പാടിക്ക് വേണം സുമനസ്സുകളുടെ കൈത്താങ്ങ്. മരോട്ടിച്ചാൽ കള്ളായിക്കുന്ന് സ്വദേശി മേലയടുത്ത് ബിനു ബിന്ദു ദമ്പതികളുടെ ഇളയ മകൻ അമ്പാടിയുടെ ചികിത്സയ്ക്ക് സഹായം തേടുകയാണ് ഈ കുടുംബം. ജനിച്ച് 4-ാം ദിവസം പനി വന്ന് പിന്നെ തുടരെ അപസ്മാരം വന്നു തുടങ്ങി. പിന്നീട് കുഞ്ഞിന് കാഴ്ചയില്ലെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ കാഴ്ചശക്തി മാത്രമല്ല, കേൾവിയും സംസാരശേഷിയും ഇല്ലെന്നറിഞ്ഞതോടെ കുടുംബം തകർന്നു. ചികിത്സയെ തുടർന്ന് വലിയ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയെങ്കിലും ഇതുവരെയായിട്ടും നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഇവർക്ക് വീട് വിൽക്കേണ്ടി വന്നു. കള്ളായിക്കുന്നിലെ വാടക വീട്ടിലാണിപ്പോൾ താമസം. ശബ്ദങ്ങൾ കേട്ടാൽ ഞെട്ടിവിറയ്ക്കുകയും കൂടെ അപസ്മാരം വരുന്നതുമാണ് അമ്പാടിയെ അലട്ടുന്നത്. തലകൊണ്ട് ഭിത്തിയിലും കട്ടിലിലുമെല്ലാം ഇടിച്ച് പരിക്കേൽക്കുന്നതും പതിവായി. അമ്മ ബിന്ദു എപ്പോഴും കൂടെ നിന്നാണ് പരിചരിക്കുന്നത്. ലോട്ടറി വിൽപ്പനക്കാരനായ ബിനുവിന്റെ തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ആശ്രയം. എറണാകുളത്തെ അമൃത ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ. മാസം തോറും 15,000 രൂപയോളം വേണം ചികിത്സയ്ക്ക്. ബിനുവിന് കൃത്യമായ വരുമാനമില്ലാതായതോടെ മാസങ്ങളായി അമ്പാടിയുടെ ചികിത്സ മുടങ്ങിയ നിലയിലാണ്. തലയിലേക്കുള്ള ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കുന്നതാണ് അമ്പാടിയുടെ അസുഖം. ഇതിന് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അവന്റെ കാര്യം എനിക്കൊരു ദുഃഖം മാത്രമുള്ള ഇവനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കൊച്ചിനെ മരുന്ന് കൊണ്ട് വാങ്ങിക്കാൻ വരെ പൈസ ഇല്ല. അതാണ് അമൃതയിൽ പോകാനും വരെ പറ്റില്ല. അവരാണെങ്കിൽ വഴക്ക് പറഞ്ഞിരിക്കുക ഞങ്ങൾ ചെല്ലാണ്ടായിട്ട്. അപ്പോൾ ഇവനെ തല ഇടിച്ചിങ്ങനെ വീഴുക, ഏത് നേരം വീഴുക, ഈ ചെറുമ പിടിച്ച് ഇടിക്കുക, അങ്ങനെയൊക്കെയാണ് സംഭവം. ഏത് നേരം ഫിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പാടിയെ സഹായിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മരോട്ടിച്ചാൽ ശാഖയിൽ ആരംഭിച്ച 85 57 10 110 00 6934 എന്ന അക്കൗണ്ടിലേക്ക് സഹായം നൽകാവുന്നതാണ്. ഒല്ലൂരിൽ ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് ഇരച്ചെത്തിയ ഉടുമ്പിനെ പിടികൂടി. അക്കര ജ്വല്ലറിയിലേക്കാണ് ഉടുമ്പ് ഓടിക്കയറിയത്. മൃഗസ്നേഹി ബിജു കപ്പാരത്തെത്തിയാണ് ഉടുമ്പിനെ പിടികൂടിയത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് സംഘടിപ്പിക്കുന്ന ധന്യൻ ഫാദർ അഗസ്റ്റിൻ ജോൺ ഊക്കൻ മെമ്മോറിയൽ സൗത്ത് ഇന്ത്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ തുടരുന്നു. ടൂർണമെന്റിന്റെ 3ാം ദിനമായ ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ തൃശൂർ കേരളവർമ്മ കോളേജ് 2 ഗോളിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനെ പരാജയപ്പെടുത്തി. ബുധനാഴ്ച വൈകിട്ട് 3-ന് നടക്കുന്ന മത്സരത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജ് ചങ്ങനാശ്ശേരി SB കോളേജിനെ നേരിടും.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,765 രൂപ, പവന് 86,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങി. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. BJPയെ വേട്ടയാടാൻ ശ്രമിച്ചാൽ ചാണകം മുക്കിയ ചൂലുകൊണ്ടടിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മണ്ണത്തിയിടപ്പള്ളി ദേശീയപാതയിൽ കുരുക്കൊഴിയാതെ ആമ്പല്ലൂർ, മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് പരിഹാരം കാണാതെ ദേശീയപാത അതോറിറ്റി. തൃശൂർ പുഴയ്ക്കൽ റോഡിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങി. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കത്തോലിക്ക സഭ. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രസ്താവന നുണയും അവഹേളനവുമാണെന്ന് കത്തോലിക്ക സഭ മുഖപത്രം. ചാലക്കുടിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു, ആളപായമില്ല. കാറിന്റെ മുൻഭാഗം ഭാഗികമായി കത്തി. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാനവമി ബുധനാഴ്ച ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ കുലവാഴ വിധാനം നയന മനോഹരമായി. തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിദ്യാരംഭത്തിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.